ഒരു ന്യൂ മോമാണ് നിങ്ങളെങ്കിൽ, ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ചൊരു ഇമ്പോർട്ടൻറ്റ് ടിപ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ. നമ്മൾ 9 മാസം പ്രഗ്നൻസി ജേർണി കവർ ചെയ്തു, ഇത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞു. ഇനി നമ്മുടെ ബോഡിയിൽ ഒത്തിരിയേറെ ചേഞ്ചസ് വരുന്നുണ്ട്, പുതിയൊരാൾ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. സോ ഈ ഒരു ചേഞ്ചസിലേക്കൊക്കെ നമുക്ക് എങ്ങനെ അഡാപ്റ്റ് ചെയ്യാം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ. ഒരു ഫ്യൂ പോയിന്റ്സ് ഫോർ ന്യൂ മോംസ്. ഐ എം ഡോക്ടർ അംബ്ലി ജോസ്, ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റെസ്റ്റ് ഒരു പ്രിസ്ക്രിപ്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. റെസ്റ്റ് എന്ന് പറയുമ്പോൾ ബെഡ് റെസ്റ്റ് അല്ല പറയുന്നത്. വെജനൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പതുക്കെ മൂവ്മെൻറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. ബെഡ് റെസ്റ്റിലേക്ക് ഒരിക്കലും പോകരുത് അൺലെസ് നിങ്ങൾക്ക് എന്തെങ്കിലും അബ്സല്യൂട്ട് മെഡിക്കൽ ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ ഉറക്കം ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് നോക്കുക. ഹെൽപ്പ് കിട്ടുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുക. ബേബി ഉറങ്ങുമ്പം റെസ്റ്റ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. സീക്ക് ഓൾ ദ ഹെൽപ്പ് യു ക്യാൻ. വിസിറ്റേഴ്സിന് മാക്സിമം ഒന്ന് ഇനീഷ്യൽ ഫ്യൂ ഡേയ്സിലേക്ക് അവോയ്ഡ് ചെയ്യുന്നത് ഇൻഫെക്ഷൻസ് വരാതിരിക്കാനും ഓൾസോ നിങ്ങൾക്ക് ഒരു റെസ്റ്റ് കിട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യും. നമ്പർ 2, നിങ്ങളുടെ വെജൈനൽ ഡിസ്ചാർജ് എങ്ങനെയാണെന്നുള്ളത് നോക്കുക. അപ്പം ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഇനീഷ്യൽ ഫ്യൂ ഡേയ്സിലേക്ക് ഒരു റെഡ് കളർ ഡിസ്ചാർജ് ആയിരിക്കും, ഒരു ബ്ലീഡിങ് പോലെ ഉണ്ടാവാം, കുറച്ച് ഹെവി ബ്ലീഡിങ് ഉണ്ടാവാം, ക്ലോട്ട്സ് പാസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അത് പതുക്കെ ഒരു യെല്ലോയിഷ് വൈറ്റിഷ് കളറിലൊക്കെയിലേക്ക് പോകും. അത് എപ്പോഴെങ്കിലും വളരെയധികം ഫൗൾ സ്മെല്ലിംഗ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ ഹെവി ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ട്, പാഡ്സ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ ബ്ലീഡിങ് നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഹെവി ബ്ലീഡിങ് ബൗട്ട്സ് ഉണ്ടാകുന്നു, ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ഒന്ന് ഡോക്ടറുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം. മൂന്നാമതായിട്ട് ഫീവർ ഒരിക്കലും നോർമലല്ല. ഒരു 38 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് പനി പോകുന്നുണ്ടെങ്കിൽ എന്താണ് റീസൺ എന്ന് നമ്മൾ നോക്കണം. അപ്പം അത് ചിലപ്പോൾ ഇൻഫെക്ഷൻ ആവാം, യൂറിൻ ഇൻഫെക്ഷൻ ആവാം വെരി കോമൺലി, അല്ലെങ്കിൽ ബ്രസ്റ്റിൽ പാല് കെട്ടി നിൽക്കുന്നതുകൊണ്ടുള്ള ഇൻഫെക്ഷൻ ആവാം. പാല് കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്ത് കളയാനും ബ്രസ്റ്റ് ആബ്സസ് ഉണ്ടാവാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വയലിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ, നമ്മുടെ സ്റ്റിച്ചസ് ഉണങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ലോക്കൽ എപ്പിസിയോട്ടമി കട്ട്സ് തന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഹീലിംഗ് ഓക്കെ ആണോ എന്നൊക്കെ നമ്മളൊന്ന് റീചെക്ക് ചെയ്യണം. സോ ഫീവർ അല്ലെങ്കിൽ പനി ഉണ്ടെങ്കിൽ അതൊരിക്കലും ഇഗ്നോർ ചെയ്യരുത്. നമ്പർ 4, ബ്രസ്റ്റ് ഫീഡിങ്. ബ്രസ്റ്റ് ഫീഡിങ് ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ്. ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ്സ്. പക്ഷേ പലരിലും അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രോസസ്സായിരിക്കും. ഇപ്പോൾ ഇനീഷ്യൽ ഫ്യൂ ഡേയ്സ് ഒരു ലേണിംഗ് ഫേസ് തന്നെയാണ്. അപ്പം ബേബിയുടെ ലാച്ചിങ് ഓക്കെ ആണോ, ബേബി ഫീഡ് ചെയ്യുന്ന നമ്മുടെ പൊസിഷനിങ് ഓക്കെ ആണോ എന്നൊക്കെ ഐഡിയലി നമ്മൾ ഹോസ്പിറ്റലിലാവുമ്പോൾ തന്നെ ഒരു ലാക്ടേഷൻ കൗൺസിലറായി മീറ്റ് ചെയ്തിട്ട് അതൊന്ന് അസസ് ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ്. ആൻഡ് ബേബിക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യുന്നു, ക്രാക്ക് നിപ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ നമ്മൾ ലാക്ടേഷൻ കൗൺസിലറും ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഡെഫിനറ്റ്ലി അത് ചെയ്യണം. ബിക്കോസ് ഇതൊരു മാരത്തൺ ആണ്, ഒരു ഷോർട്ട് റേസ് അല്ല. അപ്പം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യുന്നത് നമുക്ക് ലോങ് ടേം ഇഷ്യൂസിൽ ഉണ്ടാവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. നമ്പർ 5, കോൺസ്റ്റിപ്പേഷനും പൈൽസും ഉണ്ടാവാതിരിക്കാനായിട്ട് നോക്കുക. പോസ്റ്റ് ഡെലിവറി ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അഡിക്വേറ്റ് ഫ്ലൂയിഡ് ഇൻടേക്ക് ഉണ്ടാവുന്നുണ്ടെന്ന് നോക്കുക. അത് കോൺസ്റ്റിപ്പേഷനും ബ്രസ്റ്റ് ഫീഡിങ്ങിനും ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. ഓൾസോ ബ്ലഡ് ക്ലോട്ട്സ് വരാതിരിക്കാനും ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ അത് ഫ്ലൂയിഡ്സ് മേ ബി ഫ്രൂട്ട്സിൻ്റെ രൂപത്തിലാവാം, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ആവാം, വെള്ളമായിട്ടാവാം, ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ഫ്ലൂയിഡ്സ് നിങ്ങളുടെ ബോഡിയിലേക്ക് വരുന്നുണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യുക. ആൻഡ് ആവശ്യമുണ്ടെങ്കിൽ സ്റ്റൂൾ സോഫ്റ്റ്നേഴ്സ് ആഡ് ചെയ്യുക. സ്പെഷ്യലി ഒരു വെജനൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളതാണ്, സ്റ്റിച്ചസിലേക്കൊക്കെ പ്രഷർ വരാതിരിക്കാനും ആൻഡ് ഓൾസോ പൈൽസും ഫിഷസും വരാതിരിക്കാനും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇനീഷ്യൽ ഫ്യൂ ഡേയ്സിൽ നമുക്ക് മേ ബി ഒരു സ്റ്റൂൾ സോഫ്റ്റ്നേഴ്സും പിന്നെ ഒരു ഫൈബർ റിച്ച് ഫുഡും ആഡ് ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്ത നിങ്ങളുടെ പെൽവിക് ഫ്ലോർ ആൻഡ് കോർ മസിൽസ്. അപ്പം ഒരു ഇമ്മീഡിയറ്റ് പോസ്റ്റ്മോർട്ടം അല്ല, ഡോക്ടറെ അടുത്ത് സംസാരിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം ഐഡിയലി ഒരു മേ ബി ഒരു 6 വീക്സ് കഴിയുമ്പോൾ തൊട്ട് തന്നെ നമ്മൾ റുട്ടീൻലി ഒരു എക്സസൈസ് റെജീം സ്റ്റാർട്ട് ചെയ്യുക. സിസേറിയനൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി തന്നെ അബ്ഡോമിനൽ എക്സസൈസ് ചെയ്ത് ഒൺലി ആഫ്റ്റർ യു ആർ ക്ലിയർഡ് മാത്രം, സ്റ്റിച്ചസ് ഉണങ്ങിയതിന് ശേഷം മാത്രം മൈൽഡ് എക്സസൈസസ് നമുക്ക് പതുക്കെ റീസ്റ്റാർട്ട് ചെയ്യാം. നമ്പർ 7, വൂണ്ട് കെയറും പെയിൻ മാനേജ്മെൻറ്റും. നിങ്ങളുടെ സ്റ്റിച്ചസിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, ഡിസ്ചാർജ് ഉണ്ട്, അല്ലെങ്കിൽ അത് ഹീൽ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് സഹിച്ചിരിക്കരുത്. പ്ലീസ് ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യുക, ഇൻഫോം ചെയ്യുക, അതിനായിട്ടുള്ള കറക്റ്റീവ് സ്റ്റെപ്സ് എടുക്കുക. പെയിൻ വളരെയധികം കൂടുതലാണെങ്കിൽ അത് നമ്മുടെ മൂവ്മെൻറ്റിനെയും ബ്രസ്റ്റ് ഫീഡിങ്ങിനെയും സ്ലീപ്പിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യും. അത് പിന്നെ ഒരു വിഷ്യസ് സൈക്കിളായിട്ട് മാറും. സോ പെയിൻ കൂടുതലുണ്ടെങ്കിൽ പലരുടെയും പെയിൻ ടോളറൻസ് പല രീതിയിലാണ്. ചിലപ്പോൾ എക്സസീവ് പെയിൻ വേറെ എന്തെങ്കിലും സിംറ്റംസിനായിരിക്കും പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെയിൻ കൂടുതലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. നമ്പർ 8 ആൻഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, പോസ്റ്റ്മോർട്ടം ബ്ലൂസ്. അതായത് പോസ്റ്റ് ഡെലിവറി ഉള്ള ഒരു സഡൻ ഹോർമോണൽ ഡിപ്പ് കാരണം പലർക്കും വെരി കോമൺലി ഒരു പോസ്റ്റ്മോർട്ടം ബ്ലൂസ്, നമുക്ക് അതായത് ഒരു സാഡ്നെസ്, ഒരു ആങ്സൈറ്റി, ബേബിനെ ഫീഡ് ചെയ്യാൻ തോന്നുന്നില്ല, അങ്ങനെ ഒരു ജനറലൈസ്ഡ് ഒരു വെറുതെ ഇരിക്കുമ്പോൾ കരച്ചിൽ വരുന്നു, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, അങ്ങനത്തെ ഒരു പോസ്റ്റ്മോർട്ടം ബ്ലൂസ്. അത് ചിലപ്പോൾ പ്രോഗ്രസ് ചെയ്ത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്കും വെരി റയർലി ഒരു പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തിയേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അഡ്രസ്സ് ചെയ്യണം. നമുക്കൊരു ആവശ്യമുണ്ടെങ്കിൽ ഒരു ട്രെയിൻ സൈക്കോളജിസ്റ്റിൻ്റെ സൈക്കാട്രിസ്റ്റിൻ്റെ ഹെൽപ്പും കൂടി സീക്ക് ചെയ്യണം. ബിക്കോസ് നിങ്ങളുടെയും ബേബിയുടെയും ഹെൽത്താണ് നമ്മുടെ അറ്റ്മോസ്റ്റ് priority. Number 9, nutrition.
നമ്മൾ പ്രഗ്നൻസിയിൽ എല്ലാവരും കൃത്യമായിട്ട് തന്നെ അയണും കാൽഷ്യം ഒക്കെ കഴിക്കും. പോസ്റ്റ് ഡെലിവറി തരുന്ന അയൺ ഓർ കാൽഷ്യം മെഡിസിൻസ് പലപ്പോഴും എടുക്കാറില്ല. പോസ്റ്റ് ഡെലിവറിയും അത്രയും തന്നെ ആവശ്യമാണ്. നിങ്ങളുടെ ബോഡിയാണ് ബേബീനെ ഫീഡ് ചെയ്യുന്നത് ഫോർ ദ ഫസ്റ്റ് 6 months. ആ സമയത്ത് റെഗുലറായിട്ട് അയൺ ആൻഡ് കാൽഷ്യം സപ്ലിമെൻറ്റ്സും ഒരു ന്യൂട്രിയൻറ്റ് ഡെൻസ് ആയിട്ടുള്ള ഒരു ഡയറ്റും എടുക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്പർ 10, ഡേഞ്ചർ സൈൻസ് ഇൻ കോൺട്രസെപ്ഷൻ. നിങ്ങൾക്ക് BP പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്നു, പ്രഗ്നൻസി വരെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് BP നോക്കി അല്ലെങ്കിൽ ഷുഗേഴ്സ് നോക്കി, അത് പോസ്റ്റ് ഡെലിവറിയും അത്രയും തന്നെ നമുക്ക് റിസ്ക് ഉണ്ട്. പോസ്റ്റ് ഡെലിവറി നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലറിങ് പോലെ തോന്നുന്നു, അല്ലെങ്കിൽ സിവിയർ തലവേദന തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊന്ന് അഡ്രസ്സ് ചെയ്യണം. BP അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്ലോട്ടിങ് ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് അഡ്രസ്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോൺട്രസെപ്ഷൻ, അതായത് ഒരു ആദ്യത്തെ പീരിയഡ്സ് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഫെർട്ടിലിറ്റി റെസ്യൂം ചെയ്യാം. ഒരു നെക്സ്റ്റ് ബേബിക്ക് ഐഡിയലി കുറച്ചൊരു സ്പേസിങ് അഡ്വൈസബിൾ ആണ്. അപ്പോൾ ഒരു 6 weeks വിസിറ്റിൽ തന്നെ നമ്മളൊരു ഐഡിയൽ കോൺട്രസെപ്ഷൻ, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോൺട്രസെപ്ഷൻ പ്ലാൻ ഡിസ്കസ് ചെയ്യണം. ബിക്കോസ് ഈവൻ 3rd 4th month ഓഫ് ഡെലിവറി കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് ഏർലി കോൺസെപ്ഷൻസ് വളരെ കോമൺ ആണ്. സോ അത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു കോൺട്രസെപ്ഷൻ പ്ലാനും കൂടി നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോസ്റ്റ്പാർട്ടം ബ്ലൂസ്, ഡിപ്രഷൻ ആൻഡ് സൈക്കോസിസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. Please do stay tuned and subscribe for more such information.